ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ട് വാട്ടർ മെലൺ സ്മൂത്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ആദ്യം തന്നെ മിക്സിയുടെ ജ്യൂസർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 തവി വാട്ടർ മെലൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുരുണ്ട്. കുരു ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കോളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 3 സ്ട്രോബെറി ചേർത്ത് കൊടുക്കാം. സ്ട്രോബെറി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം എന്തായാലും, കാരണം നല്ലൊരു പുളിയും നല്ലൊരു മധുരവും ആ ഒരു സ്ട്രോബെറിയുടെ ടേസ്റ്റും കൂടി ആകുമ്പോൾ നമ്മുടെ ഈ സ്മൂത്തിയുടെ ടേസ്റ്റ് ഇരട്ടിയാവും. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര പാനി ചേർത്തിട്ടുണ്ട്. പിന്നെ നല്ല തണുത്ത മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തിളപ്പിക്കുന്ന മിൽക്കാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് തണുപ്പിക്കാൻ വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട് കേട്ടോ. നല്ല തണുത്ത മിൽക്കിൽ തന്നെ ഈ സ്മൂത്തി അടിച്ചെടുക്കാം. ഒന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി സെർവ് ചെയ്യാം. ഗ്ലാസ് എടുക്കുക. ഗ്ലാസ്സിലേക്ക് കുറച്ച് ഇതേപോലെ വാട്ടർ മെലൺ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ സ്മൂത്തി ഇതിലേക്ക് അങ്ങ് ഫില്ല് ചെയ്യാം. നല്ല പിങ്ക് കളറുള്ള അടിപൊളി ഈ സ്മൂത്തിയുടെ മുകളിലേക്ക് കുറച്ച് കുതിർത്തി വെച്ചിട്ടുള്ള കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് വാട്ടർ മെലൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ആ ഒരു സ്പൂണും കൂടി ഇട്ടിട്ട് അങ്ങ് സെർവ് ചെയ്യാം. അപ്പോൾ കുടിക്കാനും കഴിക്കാനും രണ്ടിനും പറ്റുന്ന അടിപൊളിയായിട്ടുള്ള സ്മൂത്തി ഇവിടെ റെഡിയാണ്. മധുരമൊക്കെ കറക്റ്റ് ആയിരിക്കും, പുളിയും ഉണ്ടായിരിക്കും, നല്ലൊരു സ്വാദുമായിരിക്കും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ ചേർത്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻറ്റും ശരീരത്തിന് തണുപ്പ് തരാൻ വളരെ നല്ലതാണ്. സോ സമ്മർ ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിക്കാം. റംലാന് നോമ്പുതുറയ്ക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഡ്രിങ്കാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കരുത്. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അറിയാത്തവർക്ക് വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. അടുത്ത ഒരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. Till then, take care. Bye bye. Enjoy your life. Enjoy cooking.